ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ സിറ്റിയിലാണ്. കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂർ നഗരം. ഇതെന്താ സ്വർണം പൂശിയതാണോ എല്ലാം? ബസ് സ്റ്റോറിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് വയനാട്ടിലെ ബത്തേരിയിലുള്ള KSRTC ഡിപ്പോയിൽ നിന്നാണ്. ഇത് KSRTC ഡിപ്പോ ആണ് ബത്തേരിയിലുള്ളത്. ഇവിടുന്ന് മോർണിംഗ് 8:02 എത്തുന്ന മൈസൂർ ബസ്സിലാണ്, KSRTCൻ്റെ സൂപ്പർ ഫാസ്റ്റ് മൈസൂർ ബസ്സിലാണ് ഞാൻ മൈസൂരിലേക്ക് പോകുന്നത്. ആ കാണുന്ന സെൻറ്ററിലുള്ള ബസ്സിലാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ യാത്രേൻ്റെ റൂട്ട് വരുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തുടങ്ങി പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് ബന്ദിപ്പൂർ ടൈഗർ റിസർവും കഴിഞ്ഞ് ഗുഡിൽപേട്ടും കഴിഞ്ഞ് നഞ്ചങ്കോട് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൈസൂരിലേക്കാണ് എത്തുന്നത്. ഈ പോകുന്ന വഴി വളരെയധികം മനോഹരമാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ഈ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള യാത്ര വളരെയധികം ഭംഗിയേറിയതാണ്. നമ്മൾ ശരിക്കും ഒരു പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷത്തിലൂടെ പോകുന്ന ഫീലിംഗ് ആണ്. കാരണം നല്ലൊരു ഓക്സിജൻ നമുക്ക് കിട്ടും, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര തരുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗുണ്ടിൽപേട്ടിലേക്ക് എത്തുകയാണ്. ഗുണ്ടിൽപേട്ട് വിശാലമായ കൃഷിയിടങ്ങളെ എവിടെ നോക്കിയാലും. പിന്നെ ഗുണ്ടിൽപേട്ട് സിറ്റി കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഇടത്താവളത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. അങ്ങനെ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ബസ് ഒരു അല്പനേരം നിർത്തിയിടും. ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരള സ്റ്റൈലിലുള്ള ഫുഡൊക്കെ ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് മൈസൂർ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇതാണ് മൈസൂർ ബസ് സ്റ്റാൻഡ്. വലിയൊരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിലും ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്, ഒരു മീഡിയം സൈസുള്ള ബസ് സ്റ്റാൻഡാണ്. പിന്നെ തൊട്ട് പുറത്ത് തന്നെ ബസ്സുകൾ, ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ പുറത്ത് ഈ ബസ് സ്റ്റാൻഡിൽ നിർത്താറുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് അടുത്തത് നമ്മളെ റൂമിലെത്തണം. ഞാനിവിടെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴി തന്നെയാണ് ചെയ്തത്. ഈ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഒരു ചെറിയൊരു ഓട്ടോ വിളിച്ചു. 40 രൂപയാണ് ഈ ഓട്ടോ ചാർജ് വന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് മഞ്ജു. ഒരു അടിപൊളി നൈസായ മനുഷ്യനാണ്, കർണാടകക്കാരൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോ വിളിച്ച് നേരെ നമ്മുടെ ലോഡ്ജിലെത്തിയിരിക്കുകയാണ്. ഇത് അശോക റോഡിലുള്ള വിനായക കംഫേർട്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ലോഡ്ജാട്ടോ. ചെക്കിംഗ് പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ മൈസൂർ പാലസിലോട്ടാണ് പോകുന്നത്. അംബവിലാസ് പാലസ് എന്നും ഈ മൈസൂർ പാലസ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ മൈസൂർ സിറ്റിയുടെ, കർണാടകയിലെ മൈസൂർ സിറ്റിയുടെ സെൻട്രൽ തന്നെയാണ് മൈസൂർ പാലസും വരുന്നത്. അശോക് റോഡിൽ നിന്നും വേണമെങ്കിൽ നടന്നും ഈ മൈസൂർ പാലസിലേക്ക് പോകാം. തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 10 മിനിറ്റ് പോലും നടക്കാനില്ല. പക്ഷേ നമുക്ക് ഇവിടെ മൈസൂർ പാലസിൻ്റെ എൻട്രി ഭാഗത്തേക്ക് എത്തണമെങ്കിൽ കുറച്ചൊന്ന് കറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോ വിളിച്ചത്. ഇതിന് 80 രൂപയാണ് ഓട്ടോയിൽ ചാർജ് വന്നിരിക്കുന്നത്. ഏട്ടൻ പറപ്പിച്ചാണ് കേട്ടോ വിടുന്നത്. വാഡിയാർ രാജവംശമാണ് മൈസൂർ ഭരിച്ചത്. അക്കാലത്താണ് ഈ പറയുന്ന മൈസൂർ പാലസ് നിർമ്മിച്ചത്. ഇതാണ് ശരിക്കും മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് വരുന്നത്. പക്ഷേ ഇതിലൂടെ എൻട്രി ഇല്ല, ഒരു സൈഡിൽ കൂടെയാണ് എൻട്രി വരുന്നത്. നമ്മളിപ്പോൾ എൻട്രിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചേട്ടൻ നമ്മളെ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ട് ഇപ്പോൾ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇവിടെയാണ് നമ്മൾ എൻട്രി വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളതിൽ പൈസ ക്യാഷായി തന്നെ വേണം. ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനത്തെ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും അവിടെ ടിക്കറ്റ് എടുക്കാൻ അവൈലബിൾ അല്ല. അപ്പോൾ 120 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് കേട്ടോ, വലിയവർക്കൊക്കെ 120 രൂപയാണ് വരുന്നത്. ഫോറിനേഴ്സ് ആണെങ്കിൽ 1000 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ പാലസ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് കേട്ടോ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. അങ്ങനെ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കയറി പിന്നെ നമ്മളിവിടെ ചെരുപ്പൂരി വെക്കണം. ചെരുപ്പൂരി വെക്കാൻ നമ്മൾ ഒന്നെങ്കിൽ പുറത്ത് ചെരുപ്പൂരി വെക്കാം, അല്ലെങ്കിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഉള്ളിലും വെക്കാം. ഇങ്ങനെ ഇവിടെ വെച്ചാൽ മാത്രമേ നമുക്ക് പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ടോക്കൺ എടുത്താണ് നമ്മൾ ചെരുപ്പ് വെക്കേണ്ടത്. ഇവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഒരു ടോക്കൺ എടുത്ത് നമ്മളെ ചെരുപ്പ് അവിടെ വെക്കണം. അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട. ഈ ഒരു ഭാഗം വളരെയധികം റഷാണ്. കാരണം ചെരുപ്പ് വെക്കാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ചെരുപ്പ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. ഞാൻ വന്ന ദിവസം മോഡറേറ്റ് തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഹോളിഡേ ഒക്കെ ആണെങ്കിൽ, ശനി ഞായറൊക്കെ ആണെങ്കിലും അതിലും വലിയ തിരക്കായിരിക്കും. ഇപ്പോൾ ഞാൻ വെള്ളിയാഴ്ചയാണ് പോയത്, എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ചെറുതായൊന്ന് വഴി തെറ്റി, ഇങ്ങോട്ടേക്കല്ല അങ്ങോട്ടേക്കാണ്. ഇതിൻ്റെ കമ്പനി ഉള്ളിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. ആ ടിക്കറ്റ് കയറി പുള്ളി ഒന്ന് ചെക്ക് ചെയ്യുക അവിടെ നിന്ന്. അങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പോൾ വളരെയധികം ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ്. ഇവിടുത്തെ പാലസിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസ് ആണല്ലോ. അതിൻ്റേതായ എല്ലാ രീതിയിലുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരു നടുമുറ്റം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി എനിക്ക് തോന്നിയ ഒരു പാട്ടാണ് പാലസിൻ്റെ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു സംഭവം. നല്ല രസമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായി വരുന്ന ഈ ഉള്ളിലോട്ട് കയറുമ്പോഴുള്ള ഈ ഒരു സംഭവമാണ്. വളരെയധികം മജസ്റ്റിക്കായ ഒരു ലുക്കാണ്. ഇവിടെ നിന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതും ഈ ഒരു തൂണ് കാര്യങ്ങളുടെ അവിടെ നിന്നാണ്.
അതായത് ഇവിടെ ആൾക്കാർ പ്രധാനമായും ഫോട്ടോ എടുത്ത് പറ ഫോട്ടോ എടുക്കുകയാണ്. എല്ലാ കയ്യിലും ഫോണുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലുമാണ്. ഇവിടെ നിന്ന് മനസ്സമാനത്തോടെ നല്ലൊരു ഫോട്ടോയോ വീഡിയോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വരില്ല, കാരണം അത്രയ്ക്കും തിരക്കാണ്. പെട്ടെന്നായിരിക്കും ഒരു ഗ്രൂപ്പ് വരിക, പിന്നെ ആ ഭാഗം മൊത്തം റഷായി മാറുകയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ മൈസൂർ പാലസിലെ പല സാധനങ്ങളും, ഇവിടുത്തെ ടൈൽസ് ഇട്ടിരിക്കുന്നതൊക്കെ വളരെയധികം രസകരമാണ് കാണാൻ. വിവിധ വർണ്ണങ്ങളിലുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് അന്നത്തെ കാലത്ത്. 1897 ഈ മൈസൂർ പാലസിൻ്റെ പണി തുടങ്ങുന്നത്. 1912 പണി അവസാനിക്കുന്നത്. പിന്നെയും ഒരുപാട് തവണ കത്തി നശിക്കുകയുണ്ടായി. അതിനുശേഷം അവർ റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ വർക്കുകളൊക്കെ വളരെയധികം മനോഹരമാണ്. ടൈൽസൊക്കെ ഉണ്ടോ, വളരെയധികം രസകരമാണ് കാണാൻ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ആനക്കൊമ്പുണ്ട്, പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആനക്കൊമ്പും സിംഹാസനമൊക്കെ കാണാൻ കഴിയും. എല്ലായിടത്തും സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട്. ആൾക്കാർക്ക് ഒന്നിനും തൊടാനുള്ള പെർമിഷൻ ഇല്ല. എവിടെ നോക്കിയാലും ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന മത്സരത്തിലാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ പാലസുകളിൽ ഒന്നാണ് ഈ മൈസൂർ പാലസ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേര് വിസിറ്റ് ചെയ്യുന്ന പാലസുകളിൽ 5-ൽ 1 ഈ മൈസൂർ പാലസ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വളരെയധികം ആവേശമാണ് ഫോട്ടോ എടുക്കുന്നതിലും വീഡിയോ എടുക്കുന്നതിലൊക്കെ. ഇംഗ്ലീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിനാണ് മൈസൂർ പാലസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തൂണുകളൊക്കെ ഉണ്ടോ, എമ്മാ വലുപ്പ. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് ഫേസായി വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഫ്രണ്ട് ഫേസ് കാണാം. ഈ പാലസിൻ്റെ ഫ്രണ്ട് നേരെ പോകുന്നത് ചാമുണ്ഡി ഹിൽസിലേക്കാണ്. ഈസ്റ്റിലോട്ട് തിരിഞ്ഞ് ചാമുണ്ഡി ഹിൽസിനോട് നേരെയായിട്ടാണ് ഇതിൻ്റെ പാലസിൻ്റെ ഫ്രണ്ട് വരുന്നത്. പാലസിൻ്റെ മുൻഭാഗം അതാണ്, പക്ഷേ അതിലൂടെ എൻട്രി ഇല്ല. നമ്മൾ മറ്റൊരു സൈഡിൽ കൂടിയാണ് ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെയധികം വിശാലമായ കാഴ്ചകൾ കാണാം. പിന്നെ നമ്മൾ അടുത്ത് റൂമിലോട്ട് കയറുക, വലിയൊരു ഹാളിലോട്ട് കയറുകയാണ്. അത് വളരെയധികം രസകരമാണ്. സ്വർണം കൊണ്ട് പൂശിയ രീതിയിലുള്ള പണികളും വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയൊരു സ്പോട്ടാണ് ഈ ഒരു ഹാള്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ പെട്ടെന്ന് കണ്ടു തീർത്ത് പുറത്തിറങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട 2 ടെമ്പിളുകൾ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ് ശ്രീ ലക്ഷ്മി രമണ സ്വാമി ടെമ്പിൾ. AD 1499 ഈ ടെമ്പിൾ നിർമ്മിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കല്ലുകൊണ്ടാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ കൽപ്പാളികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. അവിടെ ആരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇതാണ് ഇതിൻ്റെ നേരെ ടെമ്പിളിലുള്ളത്തെ കാഴ്ച. ആ ഗോപുരം കാര്യങ്ങൾ ഇവിടെ നന്നായി തന്നെ കാണാൻ കഴിയും. മൈസൂർ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ടെമ്പിൾ കാണാൻ മറന്നു പോകണ്ട. തൊട്ടടുത്ത് തന്നെയാണ്, 50 മീറ്ററുള്ള. അവിടെ നോക്കിയാൽ തന്നെ കാണാം. അങ്ങോട്ട് പോയി ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ വേറൊരു ഫീലിംഗ് ആണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ നിരവധി ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് മറ്റൊരു കമാനമാണ്. പാലസിലേക്ക് എക്സിറ്റ് അടിക്കാനുള്ള സംഭവമാണ്. പക്ഷേ അതിലൂടെ എക്സിറ്റ് നമുക്ക് അവിടുത്തെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. പക്ഷേ അതൊരു എക്സിറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ബ്യൂട്ടിഫുള്ളായ ഗാർഡനും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനായി കഴിയും. പിന്നെ ഞാൻ പോയിട്ട് ചെരുപ്പ് എടുക്കണമല്ലോ, അതുകൊണ്ട് നമ്മുടെ ഒരു കൗണ്ടറിൽ പോയി കൗണ്ടറിൽ പോയി ടോക്കൺ കൊടുത്ത് 532 നമ്മുടെ ടോക്കൺ. ആ ടോക്കൺ കൊടുത്ത് നമ്മുടെ ചെരുപ്പ് സഞ്ചിയിൽ നിന്ന് എടുത്തു. അപ്പോഴും നല്ല തിരക്കാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്ക് അതിലൂടെ തിരിച്ചങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം പോലീസ് പറഞ്ഞു നിങ്ങൾ എക്സിറ്റ് അടിച്ചപ്പോൾ തന്നെ പോകണം, ഈ വഴി കൂടെ തന്നെ പോകണം, മറ്റേ വഴി കൂടെ അലൗഡ് അല്ല പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മൾ ഈ ടെമ്പിളിൻ്റെ പരിസരത്ത് കൂടെ തന്നെ എക്സിറ്റ് അടിക്കാൻ പോവുകയാണ്, തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ എക്സിറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കും ഈ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കും വരാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ പാലസ് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നല്ല രസമാണ്. ഒരു സൈഡിൽ നിന്ന് പാലസിൻ്റെ വ്യൂ ഈസ് എ വെരി അമേസിങ്. പ്രത്യേകിച്ച് ഈ സൈഡിൽ നിന്ന് ആ പാലസിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഫ്രണ്ട് ഫേസാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് മലയാളി സ്റ്റുഡൻസ്, മലയാളി ആൾക്കാർക്ക് ഇവിടെ ധാരാളമുണ്ട് കേട്ടോ. ഒരുപാട് പേരെ ഞാൻ കണ്ടു. മലയാളി മാത്രമല്ല, എല്ലാ നാട്ടിൽ നിന്നുള്ളവരുണ്ട്. പക്ഷേ മലയാളികളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ആ കാണുന്നതൊക്കെ മലയാളി ഗ്രൂപ്പ്സാണ്.
ഇതാണ് നമ്മൾ പാലസിൻ്റെ ഫ്രണ്ട് ഫേസ് വരുന്നത്. ഇവിടെ ഒരു സെൻട്രൽ സ്ക്വയർ പോലെ സംഭവങ്ങൾ നല്ല വിസ്താരമുള്ളത് കൊണ്ട് തന്നെ അധികം തിരക്ക് വന്നാൽ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം അധികം ആൾക്കാരും ഇവിടെ ഇല്ല. അതാണ് മറ്റൊരു രസകരമായ കാര്യം. പാലസിൻ്റെ ഫ്രണ്ടാണിത്. ഇത് നേരെ ഈ ഫ്രണ്ട് പോകുന്നത് ചാമുണ്ഡി ഹിൽസിൽ എന്ന് പറഞ്ഞ ഹിൽസിൻ്റെ നേരെയാണ് ഈ പാലസ് ഫ്രണ്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ പാലസ് മറ്റൊരു ഭംഗിയാണ് തോന്നിക്കുന്നത്. ഒരു സൈഡിൽ നോക്കുമ്പോൾ വേറൊരു ഭംഗിയാണ്. പാലസിൻ്റെ വിവിധ മുഖങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഫേസ് ആണ് വരുന്നത്. നമ്മൾ ഇപ്പോൾ പാലസിൽ നിന്ന് എച്ച് ഡി അടിക്കാൻ പോവുകയാണ്. നമ്മൾ വന്ന വഴി തൊട്ട് അടുത്ത് തന്നെയാണ് മറ്റേ സൈഡ് കൂടെ വന്നത്. നമ്മൾ ഇറങ്ങാൻ പോകുന്നത് മറ്റൊരു വശത്തൂടെയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ മൈസൂർ പാലസിലെ കാഴ്ചകൾ നമ്മൾ ഏറെക്കുറെ കണ്ടു. പെട്ടെന്നുള്ള ഓടിച്ചുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം എനിക്ക് മറ്റു സ്ഥലങ്ങളിലും പോകണം. അതുകൊണ്ട് പരമാവധി കാഴ്ചകൾ കണ്ട് ഞാൻ തിരിച്ചിപ്പോൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെയധികം മനോഹരമായിരുന്നു. തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, പരമാവധി കാഴ്ചകൾ കണ്ടു. നിങ്ങൾ പിന്നെ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ചെരുപ്പ് വണ്ടിയിൽ വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഉള്ളിൽ വെറുതെ ടോക്കൺ എടുത്ത് ചെരുപ്പ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. നമ്മൾ അടുത്ത ദിവസം ചാമുണ്ഡി ഹിൽസിലേക്കും പിന്നെ സൂവിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മിസ്സാക്കേണ്ട കണ്ടോളൂ. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. കാരണം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ಪ್ರವಾಸಿಗರಿಗೆ ತೆರೆದಿರುತ್ತದೆ. ಪ್ರತಿದಿನ ಬೆಳಗ್ಗೆ 10ರಿಂದ ಸಂಜೆ 5:30 ಪ್ರವಾಸಿಗರು ಕೌಂಟರ್ಗಳಲ್ಲಿ ಟಿಕೆಟ್ ಪಡೆದು